ജന്മന അന്ധൻ, ബധിരൻ, മൂകൻ എന്നിങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മൾക്ക് അസുഖങ്ങളൊക്കെ വരാറുണ്ട്. പല പ്രത്യേകതകളോടുകൂടി മനുഷ്യർ ജനിച്ചു വീഴുന്നുണ്ട്. അപ്പോൾ മാനസിക രോഗിയായിട്ട് കാര്യങ്ങൾ ജനിച്ചു വീഴുന്നതാണല്ലോ. ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം? അല്ലെങ്കിൽ ഈ മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പ്രശ്നങ്ങളോട് കൂടിയിട്ട് ഏതെങ്കിലും കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ മാനസികമായിട്ടുള്ള എന്ത് കാര്യമായാലും നമ്മളുടെ ഇടപെടലുകളിലൂടെ, സാഹചര്യങ്ങളിലൂടെയും, കുട്ടി വളർന്നു വരുന്ന സാഹചര്യം, കുട്ടി മുതിർന്ന് പിന്നീട് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതിൽ ചിലർക്ക് ഈ പ്രശ്നങ്ങൾ കൃത്യസമയത്ത് ചികിത്സ കിട്ടാതിരിക്കുന്നതുകൊണ്ടോ, കൃത്യസമയത്ത് വേണ്ടത്ര രീതിയിൽ അതിന് അറ്റൻഷൻ കൊടുക്കാതെ പോകുന്നത് കൊണ്ടോ അവർ ചിലപ്പോൾ ഭാവിയിൽ മാനസിക രോഗിയായി മാറാനും പലതരം പ്രശ്നങ്ങളിലേക്ക്, ചിലപ്പോൾ അവർ സൂയിസൈഡ് പോലെയുള്ള വലിയ വലിയ വിപത്തുകളിലേക്കും ചെന്നെത്താറുണ്ട്. ഒരു സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു മാനസിക ആരോഗ്യമുള്ള വ്യക്തി എന്ന് പറയുന്ന ആൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും അല്ലേ? വളരെ പ്രസന്നതയോടുകൂടി, ഊർജസ്സും തേജസ്സും ഒക്കെ ഉള്ള, ചിലപ്പോൾ ഏതെങ്കിലും സിനിമയൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും അല്ലേ? മലയാളികളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. നമ്മളെ ചിരിപ്പിച്ചത് ആണെങ്കിൽ പോലും കുറേ കാര്യങ്ങളിൽ സിനിമ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ പറയുന്ന വിഷയം എന്ന് പറയുന്നത് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾക്ക് അവനവനിൽ തന്നെ എനിക്ക് ഓക്കെയാണ്, ഐ ഫീൽ ഓക്കെ, എനിക്ക് വരുന്ന ദൈനംദിന കാര്യങ്ങൾ, ചിലപ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രതിസന്ധികൾ ഉണ്ടാവാം, എന്തും ആയിക്കോട്ടെ, ആ വരുന്ന കാര്യങ്ങളൊക്കെ ഒരു നല്ല രീതിയിൽ ഫേസ് ചെയ്യാനും വളരെ സജീവമായിട്ടൊക്കെ കാര്യങ്ങളിൽ ഇടപെടാനും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ യെസ്, യു ആർ എ മെന്റലി ഫിറ്റ് പേഴ്സൺ. ഈ മെന്റലി ഫിറ്റ് പേഴ്സൺ എപ്പോഴും അങ്ങനെ ഫിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുമോ? അങ്ങനെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റും? പറ്റില്ല. എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ഇതിനകത്ത് ചില അസ്വസ്ഥതകൾ വരും. അവിടെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതായത് നമ്മൾ ഈ മാനസിക രോഗം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മാനസിക പ്രശ്നം, മെന്റൽ ഡിസോർഡർ, മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, മെന്റൽ ഹെൽത്ത് കൺസേൺസ്, ഇതൊക്കെ ആകെ കൂട്ടിക്കുഴച്ചാൽ പറയാം. മൊത്തത്തിൽ നീട്ടി പോലും നമ്മൾ പറയില്ല, മൊത്തത്തിൽ എല്ലാത്തിനെയും ചേർത്ത് കലക്കി മെന്റൽ എന്നുള്ളൊരു വാക്കിൽ പലപ്പോഴും അത് തമാശയുടെ രൂപത്തിലും ഒക്കെ നമ്മൾ ചിരിച്ചു കളയാറുണ്ട്. പക്ഷെ ശരിക്കും അത് അത്ര ചിരിക്കേണ്ട വിഷയത്തിനേക്കാളുപരി ചിന്തിക്കേണ്ട, വേർതിരിച്ച് ചിന്തിച്ചെടുക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അതൊന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പൊ മാനസിക ആരോഗ്യം എല്ലാവർക്കും അറിയാം. ഈ മാനസികമായിട്ട് ആരോഗ്യമില്ലാതെ ആകുന്നത് എപ്പോഴാണ്? അത് ചില ജീവിത സാഹചര്യങ്ങൾ വരുമ്പോഴായിരിക്കാം. അപ്പൊ ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്കൊരു ഗുഡ് ഫീൽ നൽകാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ പതുക്കെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. ആ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു വ്യക്തിയും ഇവിടെ ഉണ്ടാവില്ല. എല്ലാവരുടെ ലൈഫിലും അങ്ങനത്തെ കുട്ടി കുട്ടി പ്രശ്നങ്ങൾ എന്ന് പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നുകയും എന്ന് അനുഭവിക്കുന്ന മനുഷ്യന് അയ്യോ ഇത് ഒരു ഭീകര പ്രശ്നമായിട്ട് തോന്നുകയും ചെയ്യുന്ന അവസ്ഥകൾ. ആ ചെറിയ ലെവലിലുള്ള പ്രശ്നം അത് ചിലപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങളായിരിക്കും, 1-2 ദിവസമായിരിക്കാം, അല്ലെങ്കിൽ പോട്ടെ മണിക്കൂറുകൾ തന്നെയായിരിക്കാം. അങ്ങനെ കുറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതിൽ നമുക്ക് വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാവുക, ഭീകരമായിട്ട് നെഗറ്റീവ് ഇമോഷൻസിലേക്ക് കാര്യങ്ങൾ പോവുക, അതൊരു അബ്നോർമാലിറ്റി അല്ല. തീർച്ചയായിട്ടും അതൊരു മനുഷ്യന്റെ നോർമൽ ആയിട്ടുള്ള പ്രതികരണം തന്നെയായിരിക്കും. എങ്കിലും അത് കുറച്ചധികം പ്രാവശ്യം തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ, ഒരേ പ്രശ്നം തന്നെ തുടർച്ചയായി ആവർത്തിച്ച് വരുന്നതുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ആ അനുഭവിക്കുന്ന വ്യക്തിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു മെന്റൽ ഹെൽത്ത് കൺസേൺ ആണത്. ആണെങ്കിൽ അതൊരു മാനസികമായിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു കാര്യം, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഒരു കുട്ടിയുടെ കേസാണെന്ന് വിചാരിച്ചു, ഭയങ്കര ദേഷ്യമാണ്,
ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ മൂക്കത്താണ് ചൂണ്ടി, ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, അങ്ങനെയുള്ള കുറച്ച് സ്വഭാവ പ്രശ്നങ്ങളായിരിക്കാം. എന്നാൽ രണ്ട് വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് സ്നേഹിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അയാൾക്ക് കിട്ടുമ്പോൾ അത് കുറയും, പിന്നെ വീണ്ടും വരും. അപ്പൊ ഇതിങ്ങനെ ഒരു ചെറിയൊരു പാറ്റേണിലേക്ക് പോകുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത, ഈ സ്വഭാവം ഭാവിയിൽ ആ കുട്ടിയെ കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കാനുള്ള ഒരു സാധ്യത കാണാനുണ്ട്. അപ്പോൾ ഭാവിയിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങളെയാണ് നമുക്ക് മെന്റൽ ഹെൽത്ത് കൺസേൺ എന്ന ഒരു ഹെഡിങ്ങിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി മുതിർന്നവരുടെ കാര്യം എടുക്കാം. ഇതേ കാര്യത്തിനകത്ത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജോലി സ്ഥലത്തുള്ള ഒരു പ്രശ്നം, വർക്ക് ലൈഫ് ഇഷ്യൂസ് ബാലൻസ് ചെയ്യാൻ ചിലപ്പോൾ ചില ദിവസം ഒന്നും പ്രശ്നം ഉണ്ടാവില്ല, എന്നാൽ ചില ദിവസം ഭയങ്കരമായിട്ടുള്ള ബാധിക്കും. ജോലിക്ക് പോകണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവിടെ സ്ഥിരമായി ഉണ്ടാകുന്ന ചില ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കാം. ഒരു മന്ത്ലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സ് ഇതുകൊണ്ട് അസ്വസ്ഥാവുക, സന്തോഷം എന്ന് പറയുന്നത് കണി കാണാൻ പോലും കിട്ടാൻ പറ്റാത്ത തരത്തിലേക്ക് ഡ്രെയിൻഡ് ആവുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത, എന്നാൽ അബ്നോർമാലിറ്റി ഒന്നുമല്ല, ബാക്കി ഡെയിലി കാര്യങ്ങളൊക്കെ ഒരു ലൈഫിൽ രാവിലെ എണീറ്റിട്ടുള്ള കാര്യങ്ങൾ, മോർണിംഗ് റൂട്ടീൻ, കൃത്യമായി ജോലി ചെയ്യുന്നു, കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്നു വരുന്നു, ഇതൊക്കെ ചെയ്യും. അപ്പം ഒരേ സമയം നമ്മൾ ജീവിതത്തിന്റെ ഈ ഡെയിലി ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും എന്നാൽ മനസ്സിനൊരു സുഖക്കുറവ്, അത് ചിലപ്പോൾ അയാൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല, ചുറ്റുമുള്ള ഫാമിലി മെമ്പേഴ്സിനോ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആയിരിക്കാം അത് മനസ്സിലാക്കുക. അതൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്തേക്ക് പോകാവുന്ന ഒരു കാരണമാണ്. ഇല്ലെങ്കിൽ ഇത് മാനേജ് ചെയ്യാൻ അറിയാൻ പാടില്ലാതെ ഇത് കൂട്ടിവെച്ച് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ അതിന് ഇഷ്യൂസ് എന്ന് പറയാറായിട്ടില്ല, അത് കുറച്ചുകൂടി ലഘുവാണ്. ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഒരു ടൈം മെന്റൽ ഹെൽത്ത് കൺസേൺ എന്ന് പറയുന്നത് അതൊരു കൺസേൺ ആണത്. അത് നമുക്ക് പരിഹരിക്കപ്പെടാം, സ്വയം പരിഹരിക്കാം, വേണമെങ്കിൽ പുറത്തുനിന്ന് ഒരാളുടെ ഹെൽപ്പ് എടുത്തുകൊണ്ട് പരിഹരിക്കാം, പല വഴികളിലൂടെ നമുക്കത് പരിഹരിക്കപ്പെടാം. പക്ഷെ അതിന് അറ്റൻഷൻ ആവശ്യമാണ്. വെറുതെ വിട്ടാൽ അത് ഭാവിയിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത്തരത്തിൽ മെന്റൽ ഹെൽത്ത് കൺസേൺസ് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു ടോക്ക് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുന്നതാണ്. ദാറ്റ് മീൻസ് എ കൗൺസിലർ. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളെപ്പോഴും ഉദാഹരണം പറയുമ്പോൾ മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. പനി വരുന്ന പോലെ തന്നെയൊക്കെയാണ് നമ്മൾ ഈ ഇതിനെ കാണണ്ടേ, മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ കാണണ്ടേ. അപ്പോൾ ഡോക്ടറെ കാണാൻ പോകുന്നു, പനിക്ക് ഡോക്ടറെ കാണാൻ പോകുന്ന പോലെ തന്നെ നമ്മൾ പോയിട്ട് ഡോക്ടറിനെ കാണണം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിലുള്ള ഒരു ഡോക്ടർ കാറ്റഗറീസ്, മെന്റൽ ഹെൽത്തുമായി ജോലി ചെയ്യുന്നവര് എല്ലാവരും ഡോക്ടേഴ്സ് അല്ല. അത് നമ്മൾ കുറച്ചുകൂടി, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയവർ മാത്രമല്ല നല്ല മെന്റൽ ഹെൽത്ത് സർവീസസ് തരുന്നത്. അപ്പോൾ കൗൺസിലേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന പലരും ഡോക്ടർ ആയിരിക്കണമെന്നില്ല. അവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി സൈക്കോളജിയിലോ സോഷ്യൽ വർക്കിലോ കൗൺസിലിങ്ങിലോ ഒക്കെയുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയും അനുഭവ പരിജ്ഞാനവും ഉള്ളവർക്ക് വളരെ ഭംഗിയായിട്ട് കൗൺസിലിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഈ ഡോക്ടറുടെ അടുത്ത് പോയാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ എന്നൊരു മെന്റാലിറ്റി നമ്മളൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, പനി വരുമ്പോൾ എന്നുള്ള ആ ഒരു കാര്യത്തിനോട് എനിക്കിപ്പോൾ വ്യക്തിപരമായിട്ട് അത്ര യോജിപ്പില്ല. കാരണം പനി വരുമ്പോൾ ഇന്ന് പലരും ഡോക്ടറൊന്നും പോയി കാണാറില്ല, മിക്കവാറും സ്വയം ചികിത്സയൊക്കെയാണ് പതിവ്. അപ്പോൾ അല്ലെങ്കിൽ സ്വയമായിട്ട് മരുന്ന് തന്നെ കഴിക്കണമെന്നില്ല, ചില നാട്ടുവൈദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലത് ചുക്ക് കാപ്പി കുടിച്ചാലും മാറുന്ന ചെറിയ ചെറിയ ജലദോഷ പനികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പനി വരുന്ന പോലെ അല്ല നമ്മൾ മാനസികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്. നമുക്കതിനെ കുറച്ചുകൂടി മാറി ഒന്ന് ചിന്തിച്ചു നോക്കാം. ലൈക്ക് നമുക്കിപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാവർക്കും അറിയാം അല്ലേ, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, അങ്ങനെയൊക്കെയുള്ള കുറച്ചുകൂടി കൂടിയവയിൽ അത് ക്യാൻസർ വരെ അതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. അത്തരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് സിംറ്റംസ് വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ഒത്തിരി സിംറ്റംസ് നമുക്ക് കണ്ടെത്താനൊക്കെ ആയിട്ട് പറ്റും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അവരതിന്റെ ട്രീറ്റ്മെന്റ് കുറച്ച് നാൾ സ്ഥിരമായിട്ട് ചെയ്യണം. പനിയുടെ മരുന്ന് നമ്മൾ ജസ്റ്റ് ഒരു 2 ദിവസമൊക്കെ കഴിച്ചു, അല്ലെങ്കിൽ 3 ദിവസം കഴിക്കുന്നു, 5 ദിവസത്തെ ആന്റിബയോട്ടിക് കോഴ്സ് എടുക്കുന്നു, കഴിയുന്നു.
അത് അങ്ങനെയല്ല ഒരു പക്ഷെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അതും ഗുളിക കഴിച്ചിട്ടുമല്ല. ചിലപ്പോൾ അത് ചില തെറാപ്യൂട്ടിക് ആയിട്ടുള്ള സംസാരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും അതിനകത്ത് എഫക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതൊരു കൃത്യമായിട്ട് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വന്നിട്ട് ചികിത്സിക്കുന്ന അതേ ഗൗരവത്തിൽ അതിനെ വേരോടെ പിഴുത് എടുത്ത് കളയുന്നത് വരെ അതുമായി ബന്ധപ്പെട്ട തെറാപ്പീസിന് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ പൊതുവെ കാണുന്ന ഒരു പ്രവണത കൗൺസിലിങ്ങിന് വന്നു, ഒരു 2-3 സെഷനിലൊക്കെ ഇരുന്നു, ഓക്കെ വലിയ കുഴപ്പമില്ല, ഫീലിംഗ് ഗുഡ്, പിന്നെ ആ വഴിക്കില്ല. പിന്നെ കുറെ അവര് ഫോളോ അപ്പിന് വരാൻ പറഞ്ഞാലും ചിലപ്പോൾ ചിലര് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ മാറും. പക്ഷെ അങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ചിലരുടെ പ്രശ്നങ്ങളവിടെ തീരും കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും ഇത്രയും ഫോളോ അപ്സ് ഒന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഫോളോ അപ്സ് വേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ അപ്സ് അതിന്റെ ഗൗരവത്തോടു കൂടി എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ തീരുന്നു. പിന്നീട് ആ പ്രശ്നം വരുമ്പോൾ അതേ വ്യക്തിക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ ആ പ്രശ്നത്തിനെ നേരിടാൻ പറ്റും. നമ്മൾ ആരും കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ഒരിക്കലും ആ വ്യക്തിയുടെ പ്രശ്നം നമ്മളല്ലല്ലോ സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. ആ വ്യക്തിയെ കൂടുതൽ കേപ്പബിൾ ആക്കുകയാണ്. ആ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ വേറൊരു പ്രശ്നമോ എന്തോ ആയിക്കൊള്ളട്ടെ, ആ മാനസികമായിട്ടുള്ള അയാളുടെ പർട്ടിക്കുലർ ഡിഫിക്കൽട്ടി, ആ ഒരു ഡിഫിക്കൽട്ടീനെ നമ്മൾ എങ്ങനെ ലഘൂകരിക്കാം, എങ്ങനെ അത് വരാതെ നോക്കാം, വന്നാലിങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അയാൾ സ്വയം പഠിക്കുകയാണ്. അയാളുടെ ഉൾക്കാഴ്ചയെ നമ്മൾ വളരെയധികം വിശാലമായിട്ട് തുറന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ്. അപ്പോൾ ഇതാണ് ഒരു മെന്റൽ ഹെൽത്ത് കൺസേൺ എന്ന് പറഞ്ഞു വരുന്ന വിഭാഗത്തിൽ നമ്മൾ മാനസികാരോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വിധം. ഈ മെന്റൽ ഹെൽത്ത് കൺസേൺസിനെ നമ്മൾ ചിലപ്പോൾ ഒന്നും അഡ്രസ്സ് ചെയ്യാറില്ല. ആ സാരല്ല പോട്ടെ, അത് വരും പോകും. ചിലർക്ക് അത് ശീലമാകും കേട്ടോ. അത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ ട്രാജഡിയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എത്രയോ സമാധാനമായിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ട് അതൊന്നും സാധിക്കാതെ ആ സമാധാനക്കേടിനൊരു ശീലമാക്കേണ്ടി വരുന്ന അവസ്ഥ, ഇറ്റ്സ് സോ ട്രാജിക്കൽ. അപ്പം അങ്ങനെയുള്ളൊരു സെറ്റ് ഓഫ് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇതിനൊന്നും അഡ്രസ് ചെയ്യാതെ പോട്ടെ സാരല്ല, അത് ഇന്ന് വരും നാളെ പോകും എന്നൊക്കെ ഉള്ള കുറേ സ്വയം അല്ലെങ്കിൽ കുറേ മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നു, സ്വന്തമായിട്ട് അഫർമേഷൻസ് കൊടുക്കുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പക്ഷെ ശരിക്കും എക്സാക്റ്റ് ആ പ്രശ്നം അവിടെ തന്നെ ചിലപ്പോൾ നിൽക്കുന്നുണ്ടായിരിക്കും. അത് ആ കൺസേൺസ്, ഈ കൺസേൺസ് വലുതായി അത് മറ്റുള്ളവരെ കൂടി ബാധിക്കുന്ന രീതിക്കകത്ത് അവിടെയാണ് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങും. കാരണം ഈ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നം കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നൊന്നുമില്ല. അപ്പോൾ കോൺഫ്ലിക്ട്സ് വരാൻ തുടങ്ങും. ഈ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ കുറേ നമുക്ക് നമ്മളെ തന്നെ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇയാൾ എന്തിനാ ചൂടാവുന്നതെന്നോ ഇയാൾ എന്തിനാ കരയുന്നതെന്നോ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. പിന്നീട് ചിലപ്പോൾ ഓഫീസിലെ പ്രശ്നങ്ങൾ കൊണ്ട് വീട്ടിലും തിരിച്ചും വരാം. വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഓഫീസിലെ ജോലിക്കും ഇത് കുട്ടികൾക്കും ബാധകമാണ്. വീട്ടിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് പഠിത്തത്തിൽ പിന്നോക്കം പോകുന്ന കുട്ടികളുണ്ട്. ഇല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ഫാമിലി അന്തരീക്ഷം മോശമാകും. ഇങ്ങനെ നമ്മൾ ഒരാൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു മാനസികമായിട്ടുള്ള അസ്വസ്ഥത ചുറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് പടരാൻ തുടങ്ങും. അപ്പോൾ ചെറുതായിട്ടൊന്ന് തീപിടിച്ചോളും. ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടല്ല, ആ നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ കോംപ്ലിക്കേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെ നമുക്ക് ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് കണക്കാക്കാം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഈ കൺസേൺസ് എന്ന് പറയുന്ന കുട്ടി പ്രശ്നങ്ങൾ ചിലപ്പോൾ അതൊരു ശ്രദ്ധ കുറവാവാം, പല തരത്തിലാണത്. അത് ഓരോ വ്യക്തിക്ക് അനുസൃതമായിട്ട് മാറും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇന്നതാണെന്നൊക്കെ പറയാത്തത്. കാരണം ഞാനിപ്പോ ഇങ്ങനെ ഒരു ലിസ്റ്റ് വേണമെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സൈഡിൽ കാണിക്കാം. പക്ഷെ അതും ചിലപ്പോൾ നോക്കിയിരിക്കുന്നവരുണ്ടാകാം. ഇറ്റ് ഡിപ്പെൻസ്. തീർച്ചയായിട്ടും നമ്മളൊരു മാനസിക പ്രശ്നത്തിന് കൈകാര്യം ചെയ്യുമ്പോഴുണ്ടല്ലോ, വ്യക്തിയുടെ പ്രായം, അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അയാൾ ജീവിക്കുന്ന ചുറ്റുപാട്, ഇങ്ങനെ പല ഘടകങ്ങളെ നോക്കിയിട്ടാണ് അയാൾ എന്ത് പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത് നമ്മൾ കാറ്റഗറി ചെയ്യുകയും ആ ഒരു പ്രോപ്പർ പാർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് അതിനകത്ത് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ട്. ഈ മെന്റൽ ഹെൽത്ത് കൺസേൺസ് വലുതായി ഇഷ്യൂ ആവുകയും ഈ ഇഷ്യൂസ് കൂടുതൽ വെച്ചുകൊണ്ടിരുന്ന് കോംപ്ലിക്കേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലത്തിലേക്ക് ഭയങ്കരമായിട്ട് പോകും.
ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു അസസ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇവർക്ക് എത്രമാത്രം ഈ പ്രശ്നം ബാധിച്ചിട്ടുണ്ട്, ശരിക്കും ഇവർക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ലാബിൽ പോയി ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് കുറച്ചുകൂടി ചെക്ക് ചെയ്യാവുന്ന കുറേ മെക്കാനിസംസ് ഉണ്ട്. മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട്, പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിനെ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യണമെങ്കിൽ ക്ലിനിക്കലായിട്ടുള്ളൊരു ഹെൽപ്പ് ആവശ്യമാണ്. അവിടെയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ സേവനമൊക്കെ കൃത്യമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് പലരും പല ടൈപ്പിലാണ് അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ചിലർ നേരിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും, ഇല്ലെങ്കിൽ ചിലർ കൗൺസിലേഴ്സ് റെഫർ ചെയ്തിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകും. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൗൺസിലറിനെ കണ്ട് പിന്നെ അത് കഴിഞ്ഞ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഇരുന്ന് പിന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് അങ്ങനെയൊന്നുമില്ല. നേരിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് മാനസികാസ്വാസ്ഥ്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് നേരിട്ട് സൈക്കാട്രിസ്റ്റിനെ കാണാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് അതിന് കൃത്യമായ പ്രോട്ടോകോൾസൊക്കെ ആയി വരുന്നേ ഉള്ളൂ. കൃത്യമായിട്ട് ഇന്ന തലങ്ങളിലൂടെ പോകണം എന്നൊന്നും കൃത്യമായിട്ട് ഇതിനകത്തൊരു ആധികാരികമായിട്ട് പാലിക്കേണ്ട ഗൈഡ് ലൈൻസ് ഒന്നും നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് ആയിട്ടില്ല. ഉണ്ട് സംവിധാനങ്ങൾ, പക്ഷെ അത് അങ്ങനത്തെ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ടേ ഉള്ളൂ. അതല്ലാതെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ലോ ആൻഡ് ഓർഡർ കാര്യത്തിലേക്ക് വന്നിട്ടില്ല. സോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാം തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഡയഗ്നോസിസ് ഉണ്ടായിരിക്കും, എന്താണ് ഈ വ്യക്തിയുടെ ഒരു അസുഖം, എന്താണ് മെൻ്റലി അയാൾ സഫർ ചെയ്യുന്ന ഒരു ഡിസോർഡർ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം കുറച്ചുകൂടി ചിലപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഇല്ലെന്ന് കണ്ടുപിടിക്കും കേട്ടോ. ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന എല്ലാവർക്കും ക്ലിനിക്കൽ ഹെൽപ്പ് വേണമെന്നില്ല. ചിലപ്പോൾ ചിലർക്ക് ക്ലിനിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ടോക്ക് തെറാപ്പി കൊണ്ട് തന്നെ സാധാരണ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് തന്നെ അവർക്ക് തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മാറും. ഇതെല്ലാം വളരെ വ്യക്തി അധിഷ്ഠിതമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത് എന്ന് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദെൻ ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് വീണ്ടും അയാളുടെ ചില ശാരീരികമായ പ്രത്യേകതകൾ കൊണ്ടും ചില ജനറ്റിക് ആയിട്ടുള്ള ചില സമയത്ത് അത് പലർക്കും പലതാണ്. ഇപ്പോൾ മാനസികമായിട്ടുള്ള രോഗങ്ങൾ പാരമ്പര്യമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണത്. അപ്പം ചെറിയ ജനറ്റിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് സയൻറ്റിഫിക്കലി പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്നും അത്രയ്ക്ക് ഡെപ്തായിട്ട് പോകേണ്ട ആവശ്യം ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പരിധിയിലധികം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്, വളരെ വയലൻ്റ് ആകുന്ന ആളുകളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈക്യാട്രിക് അസിസ്റ്റൻസ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക്, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് സാധാരണഗതിയിൽ ബിഹേവിയർ തെറാപ്പി കൊണ്ടോ കോഗ്നിറ്റീവ് തെറാപ്പി കൊണ്ടോ ഒന്നും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് ആ പേഷ്യൻറ്റിനെ എത്തിക്കുകയും അവർക്ക് വേണ്ട മെഡിക്കേഷൻ മരുന്ന് തന്നെ എടുക്കേണ്ടി വരും. അതും മുടങ്ങാതെ, ചിലർക്ക് കിടത്തി ചികിത്സ വേണ്ടി വരും. അങ്ങനെ ഇതിനൊരു ഘട്ടങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് മെൻ്റൽ ഹെൽത്ത് കൺസേൺസ് വരുന്ന എല്ലാവർക്കും മെൻ്റൽ ഇൽനെസ് വരുന്നില്ല. അതൊക്കെ വളരെ ചുരുങ്ങിയ ഒരു പോപ്പുലേഷനാണ് ഈ പറയുന്ന മെൻ്റൽ ഇൽനെസ്. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ പറയലില്ല, മാനസിക രോഗി എന്നൊക്കെ പറയുന്നേക്കാളും അതൊരു ഡിസോർഡർ എന്നുള്ള ലെവലിലാണ് നമ്മൾ പറയുന്നത്. അത് ആർക്കും വരാം, എപ്പോൾ വേണമെങ്കിലും വരാട്ടോ. ചെറിയ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന കെമിക്കൽ വേരിയേഷൻസും സാഹചര്യങ്ങളുടെ സമ്മർദ്ദമൊക്കെ ഒരുമിച്ച് വന്ന ഏതൊരു മനുഷ്യനും മെൻ്റലി അൺഫിറ്റ് ആകും. അപ്പോൾ അതിനൊരു വളരെ ഐസൊലേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു രോഗമായിട്ടൊന്നും ഇന്ന് നമ്മൾ കാണുന്നില്ല. ബട്ട് സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഡെയിലി ലൈഫിൽ നമുക്ക് വരുന്ന മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് കൺസേൺസ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ ശരിയായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മെൻ്റലി പ്രോബ്ലംഡ് ആയിട്ടുള്ള മെൻ്റലി അൺഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അത് മെൻ്റലി അൺഫിറ്റ് ആയിട്ടുള്ള ഒരാളെ ഒരു ഫാമിലിയിലൊക്കെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു ഫാമിലി പ്രോബ്ലത്തിനേക്കാൾ ഉപരി അതൊരു സോഷ്യൽ
കൺസേൺ ആണ്. ഇറ്റ്സ് എ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ. അപ്പോൾ ഇതൊരു മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഒരു പൊതുജന ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സ് എന്താണ്, നമ്മുടെ മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എവിടെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ആരും മടി വിചാരിക്കരുത്. അത് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് മാനസിക ആരോഗ്യ രംഗത്തെ പ്രൊഫഷണൽസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒത്തിരി പേര് ഇന്ന് ആ മേഖലയിൽ കൗൺസിലിങ്ങും സോഷ്യൽ വർക്ക് ഈ മേഖലയിലൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഗവൺമെൻറ് സെക്ടറിലുമുണ്ട്, അതല്ലാതെ പ്രൈവറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് സർവീസ് പ്രൊഫഷണൽസിനോട് കൃത്യമായിട്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത് അതൊരു യാതൊരു മടി കൂടാതെ മറ കൂടാതെ തുറന്ന് സംസാരിച്ചുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അത് എവിടെയാണ് അതിൻ്റെ ലെവല് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അത് വഷളാകാതിരിക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ ഡെയിലി ലൈഫിനെ പൂർണ്ണമായും ബാധിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ ചെറിയ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് അതിന് വേണ്ട പ്രിക്കോഷൻസും കൗൺസിലിങ്ങും മറ്റ് തെറാപ്പീസും ഒക്കെ എടുത്തിട്ട് നല്ലൊരു ജീവിതം, വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള സമാധാനമായിട്ടുള്ള ഒരു ലൈഫ് അതെല്ലാവരും ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു മനുഷ്യ അവകാശമാണ്. ശരിക്കും നന്നായിട്ട് ജീവിക്കുക. നന്നായിട്ട് ജീവിക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് ജോലി ചെയ്യുക, കുറേ പൈസ ഉണ്ടാക്കുക, കിടന്നുറങ്ങുക എന്നതിനേക്കാളൊക്കെ ഉപരി എല്ലാം വേണം. അതിനേക്കാളുപരി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഇടപെടുന്ന ആളുകൾ, നമ്മളുടെ ഇഷ്ടങ്ങൾ, അതേപോലെ തന്നെ ഇഷ്ടക്കേടുകൾ, ഇതെല്ലാം നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള, നമ്മളെ തന്നെ പുതുക്കി പണിയാനും. ഇപ്പോൾ എപ്പോഴും ഒരേ മാനസികാവസ്ഥയിൽ ഒരാൾക്കും ഇരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് എന്നാൽ അതുപോലെ അതിന് ആവശ്യം വരുന്ന ഒരു സമയത്ത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണാനോ അല്ലെങ്കിൽ അവരുടെ സർവീസ് എടുക്കാനോ മടിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, ഒരിക്കലും ആ പ്രൊഫഷണൽസിനല്ല അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മാനസികമായിട്ട് ആരോഗ്യമുള്ളവരായിട്ട് ഫിറ്റ് ആൻഡ് ഫൈനായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിലും 365 ദിവസത്തിൽ നമുക്കൊരു 300 ദിവസമൊക്കെ അങ്ങനെ ഇരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മെൻ്റലി ഫിറ്റായിട്ട് 65 ദിവസമൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദേഷ്യപ്പെട്ടും വിഷമിച്ചും അങ്ങനെയും ഇരിക്കാം. കാരണം രണ്ടും ആവശ്യമാണ്. നമുക്ക് പോസിറ്റീവ് ഇമോഷൻസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നെഗറ്റീവ് ഇമോഷൻസ്. അപ്പോൾ ഒരു വർഷത്തിൽ ഭൂരിഭാഗം ദിവസങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ, മാനസികമായിട്ട് നല്ല ലെവലിൽ ഇരിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കണം. മടി കൂടാതെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ സേവനങ്ങൾ എടുക്കാനും ശ്രദ്ധിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും മാനസികമായിട്ട് കൺസേൺസ്, ഇഷ്യൂസ്, പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒരു പ്രൊഫഷണലിൻ്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവർക്ക് തന്നെ പോകാനായിട്ടായാലും അല്ല അവരുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞിട്ടാണെങ്കിലും ശരിയായ ആളുകളുടെ അടുത്തേക്ക്, ശരിയായ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക്, മെഡിക്കൽ പേഴ്സൺസിൻ്റെ അടുത്തേക്ക് അവരെ എത്തിച്ചേർക്കുക. അല്ലാതെ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കരുത്. നമുക്കൊരു വീഡിയോ ഒരുപാട് പ്രചരിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഇത് മനസ്സിലാക്കിയിട്ട് ആക്ഷനിലൂടെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതുപോലെ മാനസികമായിട്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരോട് ഒരു പ്രൊഫഷണലിൻ്റെ, ഒരു കൗൺസിലറിനെയോ സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് ഈ കാറ്റഗറിയിലുള്ള ഏതെങ്കിലും പ്രൊഫഷണലിനെ സമീപിച്ച് അവരുടെ സർവീസ് കൃത്യമായി എടുത്ത് പരിഹരിക്കപ്പെടുന്നത് വരെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാനായിട്ട് ഉള്ള എല്ലാ പ്രോത്സാഹനവും